ബേക്കേഴ്സിന്റെ ക്രിസ്പി ഫില്ലറ്റ് ചിക്കൻ പൗഡർ വെച്ചിട്ട് നമ്മൾ ഇന്ന് ബ്രോസ്റ്റർ ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പൊ നമുക്ക് ഇതിന്റെ റെസിപ്പി കാണാം. ആദ്യം മുട്ട, 2 മുട്ട ഒരു ബോളിലേക്ക് ഇടുക. ഇതുപോലെ നല്ലോണം ഉടയ്ക്കണം. ഇത് നമ്മുടെ ആ പൊടിയാണ്. നമ്മൾ വേറൊരു ബോൾ എടുത്ത് അതിനകത്തേക്ക് ഇടാം. പാചകം മാത്രമേ ഉള്ളൂ, വാചകങ്ങളൊന്നും ഇല്ലല്ലോ. ചിക്കൻ പീസ് എഗ്ഗിൽ മുക്കിയിട്ട് ഇതിലിങ്ങനെ മുക്കിയിട്ട് ഇതിനകത്തോട്ട് ക്രിപ്സി ഇങ്ങനെ എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കും. ഈസി ആണല്ലോ. ഓരോന്ന് ഫ്രൈ ചെയ്ത് മാറ്റി വെക്കണം അല്ലേ? ഫ്രൈ ചെയ്ത് മാറ്റി എടുക്കും. ഇതിങ്ങനെ ഡിപ്പ് ചെയ്ത് മാറ്റി വെക്കണം. മൊത്തം മാറ്റി വെച്ചിട്ട് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ ചിക്കൻസ് എല്ലാം ഡിപ്പായി നല്ലോണം ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതെടുത്തിനി എണ്ണയിലോട്ടിടുകയാണ്. ഓരോന്ന് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാം. വേറെ ചിക്കൻ കിടക്കുന്ന എന്തുവാടേ? ഇനി ഫ്രൈ ചെയ്തെടുത്തിട്ട് കാണിക്കാം. റൈസ് നല്ല ചൂടാണ്. ഇജാതി സാധനം പൊളി. ചുമ്മാ തിന്നാന്ന് പറയുക കേട്ടോ. സത്യം എപ്പൊടി. ഞങ്ങൾ അന്ന് ഈ വീഡിയോ എടുക്കുമ്പോൾ ഒരിക്കലും അറിഞ്ഞിരുന്നില്ല ഞങ്ങളുടെ പപ്പായുടെ അവസാനത്തെ വീഡിയോ ആണെന്ന്. യൂട്യൂബ് ചാനൽ തുടങ്ങിയ പിന്നെ നാട്ടിൽ പോകുമ്പോൾ എപ്പോഴും വീഡിയോ എടുക്കുമായിരുന്നു. അങ്ങനെ എടുത്ത ഒരു വീഡിയോ ആണിതും. പപ്പ ഈ വീഡിയോയിൽ ലാസ്റ്റ് കഴിക്കുന്നതാണ്. പിന്നീട് പപ്പ ആഹാരമൊന്നും കഴിച്ചിട്ടില്ല. പപ്പയുടെ ഏറ്റവും ഇഷ്ടമുള്ള ആഹാരമാണ് ഇതൊക്കെ. വളരെ വേദനയോടെ ഞങ്ങൾ ഓർക്കുന്ന ഒരു വീഡിയോ ആണിത്. പിന്നീട് ഒരു 2-3 ദിവസം കഴിയുമ്പോൾ പപ്പ ഞങ്ങളെ വിട്ട് പോവുകയായിരുന്നു. പിന്നീട് കഞ്ഞി മാത്രം കുടിച്ചുകൊണ്ടാണ് പപ്പ വയ്ക്കൊണ്ടിരുന്നത്. പക്ഷെ ഞാൻ ഒരിക്കലും അറിഞ്ഞിരുന്നില്ല ഈ വീഡിയോ എടുക്കുമ്പോൾ ഇത് ഞങ്ങളുടെ പപ്പയുടെ അവസാനത്തെ വീഡിയോ ആയിരിക്കുമെന്ന്. പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഈ വീഡിയോ ഞങ്ങൾക്ക് ജീവിതത്തിൽ എന്നും കാണാൻ ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് എന്തായാലും ഡ്രാഫ്റ്റിൽ കിടന്നതാണ്. ഞാനത് പോസ്റ്റ് ചെയ്യുകയാണ്. അപ്പം മറ്റൊരു വീഡിയോ കാണുന്നവരേക്കും എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു. എല്ലാവർക്കും എല്ലാം നന്മകളുണ്ടാവട്ടെ. എല്ലാ അച്ഛനമ്മമാർക്കും ആയുസ്സും ആരോഗ്യം ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥയോടെ പ്രാർത്ഥിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.